എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഒറ്റപ്പദങ്ങളെ പറ്റിയാണ്. 2024 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ PSC പരീക്ഷകളിൽ ഒറ്റപ്പദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് നോട്ട് എഴുതിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2025 നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ പരീക്ഷയിലും അതേപോലെ തന്നെ KIS പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഇതിവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60/25 കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ പരീക്ഷ. അതുപോലെ തന്നെ 65/25 KIS പരീക്ഷ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള പരീക്ഷകളിൽ ജിജ്ഞാസ എന്നുള്ള വാക്കിനെ പറ്റി PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലും ജിജ്ഞാസ എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജിജ്ഞാസ എന്നുള്ള ഈ ഒരു വാക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറിയാനുള്ള ആഗ്രഹം എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസ. പിന്നെ ജിജ്ഞാസ എന്നുള്ള ആ വാക്കിനെ പറ്റി 2024 ഫീമെയിൽ വാർഡൻ്റെ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ വാക്ക് എന്ന് പറയുമ്പം ആർഷ. ആർഷ എന്നുള്ള ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋഷികളെ സംബന്ധിച്ച എന്നുള്ള ആ ഒരു ഇതാണ് ആർഷ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഋഷികളെ സംബന്ധിച്ച. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ആർഷ എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി 2024 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ വാക്ക് ആജന്മം. ആജന്മം എന്നുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മം മുതൽ എന്നുള്ള ആ ഒരു ഇതാണ് ആജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജന്മം മുതൽ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ആജന്മം. എങ്കിൽ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ജനനം മുതൽ മരണം വരെ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ജനനം മുതൽ മരണം വരെ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ആജീവനാന്തം. ആജീവനാന്തം. ജനനം മുതൽ മരണം വരെ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ആജീവനാന്തം. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആജീവനാന്തം എന്നുള്ള ഒറ്റപ്പദത്തിനെ പറ്റി 2025 KIS പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആജന്മം എന്നുള്ള ഈ ഒരു പദത്തെ പറ്റി അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 വാക്ക് ശ്രദ്ധിച്ചു വെച്ചോളാം. ജിജ്ഞാസ എന്ന് പറയുമ്പം അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസ എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹത്തെ പറ്റിയാണ് പറയണത്. ആർഷ എന്ന് പറയുമ്പം ഋഷികളെ സംബന്ധിച്ചതിനെയാണ് ആർഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആജന്മം എന്ന് പറയുമ്പം ജന്മം മുതൽ എന്ന് പറയുന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആജന്മം. ജനനം മുതൽ മരണം വരെ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ആജീവനാന്തം. അഞ്ചാമത്തെ വാക്ക് ജിജ്ഞാസു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ള ഒരു മീനിങ് ആണ് ജിജ്ഞാസു എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ. ഇവിടെ 2 രീതിയിൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ജിജ്ഞാസു എന്ന് പറയുമ്പം അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു. അതേപോലെ തന്നെ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവനാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു എന്നുള്ള ഈ ഒരു കാര്യത്തെ പറ്റി 2024 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു എന്നുള്ള ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 LDC എറണാകുളം ജില്ലയുടെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം ജിജ്ഞാസു എന്നുള്ള വാക്ക് 2 രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത 6ാമത്തെ വാക്ക് വൈയാകരണൻ. എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാകരണം അറിയുന്നവൻ.
വ്യാകരണം അറിയുന്നവനാണ് വൈയാകരണൻ. എന്നാൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വൈയാകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈയാകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാകരണത്തെ സംബന്ധിച്ചത്. വ്യാകരണത്തെ സംബന്ധിച്ചത്. ഇവിടെ നല്ലൊരു ചോദ്യമുണ്ട്. വൈയാകരണൻ എന്ന് പറയുമ്പം വ്യാകരണം അറിയുന്നവൻ, എന്നാൽ വൈയാകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാകരണത്തെ സംബന്ധിച്ചത്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. വൈയാകരണൻ എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി 2024 ഉമൺ CPO പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈയാകരണം എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി LDC കന്നഡ ആൻഡ് മലയാളം നോയിങ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ രണ്ട് വാക്കുകൾ നല്ലപോലെ ശ്രദ്ധിച്ചു വെച്ചോളണം. ഏഴാമത്തെ വാക്ക് കഥാസാരം. കഥാസാരം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥയുടെ പ്രധാനമായ അംശം. ചിലപ്പോൾ പരീക്ഷകളിൽ ഓപ്ഷനിൽ കഥാസാരി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതൊക്കെ കൊടുക്കരുത്, തെറ്റാണ്. കഥാസാരം, കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. കഥാസാരം എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി 2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ജിജ്ഞാസു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു. അതേപോലെ തന്നെ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്നുള്ള ആ ഒരു അർത്ഥം വരുന്നത് ജിജ്ഞാസു തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കരണൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാകരണം അറിയുന്നവൻ. ഓക്കെ, വ്യാകരണം അറിയുന്നവനാണ് വൈയാകരണൻ. എന്നാൽ വൈയാകരണമാണെങ്കിൽ അത് വ്യാകരണത്തെ സംബന്ധിച്ചതാണ് വൈയാകരണം. കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. എട്ടാമത്തെ വാക്ക് ദിദൃക്ഷു. എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ള ആ ഒരു അർത്ഥമാണ് ദിദൃക്ഷു എന്നുള്ള ഒറ്റപ്പദത്തിലൂടെ വരുന്നത്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം ഏത് എന്ന് പരീക്ഷയിൽ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ബുഭുക്ഷു, പിപാസ ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ തരും. ഇതൊക്കെ തെറ്റാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദിദൃക്ഷു. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത 9ാമത്തെ വാക്ക് പ്രതിവർഷം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വർഷം തോറും എന്ന് പറയുന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രതിവർഷം. പരീക്ഷയിൽ ഓപ്ഷനിൽ പ്രതിദിനം, പ്രതികർഷം എന്നിങ്ങനെയുള്ള ഓപ്ഷനൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണ്. വർഷം തോറും എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് പ്രതിവർഷം. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ഖാദി ബോർഡ് LDCയുടെ മെയിൻസ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 10ാമത്തെ വാക്ക് പിപാസ. എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പം കുടിക്കാനുള്ള ആഗ്രഹം എന്നുള്ള അതിൻ്റെ ഒറ്റപ്പദമാണ് പിപാസ. കുടിക്കാനുള്ള ആഗ്രഹം. എൻ്റെ ചോദ്യം ഇതാണ്, പിപാസു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പിപാസു, കുടിക്കാൻ ആഗ്രഹമുള്ള ആൾ. ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം ഈ രണ്ട് വാക്കുകൾ. പിപാസ കുടിക്കാനുള്ള ആഗ്രഹം, പിപാസു കുടിക്കാൻ ആഗ്രഹമുള്ള ആളാണ് പിപാസു. ഇവിടെ പിപാസ എന്നുള്ള ഈ ഒരു ഇതിനെപ്പറ്റി ഒരു പരീക്ഷയിൽ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിപാസു എന്നുള്ള ഈ ഒരു കാര്യത്തിനെ പറ്റി 2 പരീക്ഷകളിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ പിപാസു എന്നുള്ള ഈ ഒരു കാര്യത്തിനെ ചുവപ്പ് മഷി പേന കൊണ്ട് ഒരു ബോക്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളണം. ഓക്കെ, അടുത്ത 12ാമത്തെ വാക്ക് എന്ന് പറയുമ്പം
ജാഗരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഇപ്പം പരീക്ഷയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ ഒറ്റപ്പദം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഉന്മ, ബോധനം എന്നിങ്ങനെയുള്ള ഓപ്ഷനൊക്കെ തരും. ഇതൊക്കെ തെറ്റാണ്, കൊടുക്കരുത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ അതിൻ്റെ ഒറ്റപ്പദമാണ് ജാഗരം. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ജാഗരം എന്നുള്ള വാക്കിനെ പറ്റി 2024 ആലപ്പുഴ ജില്ലയുടെ LD ക്ലർക്കിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത 13ാമത്തെ വാക്ക് വൈദികം. വൈദികം. വൈദികം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദത്തെ സംബന്ധിച്ചത്. വേദത്തെ സംബന്ധിച്ചത്. വേദത്തെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് വൈദികം. ഇപ്പം നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ ചിലപ്പോൾ വേദത്തെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഓപ്ഷനിൽ വൈദികം എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റായിട്ട് തന്നേക്കാം. അപ്പോഴത് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഇത് തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ള കാര്യം. വൈദികം. വൈദികം ആണ് വേദത്തെ സംബന്ധിച്ചത്. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്പെല്ലിങ് കൂടി നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഈ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ സ്പെല്ലിങ്ങിൽ മാത്രം മാറ്റം ഉണ്ടാവും. അപ്പോഴത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളണം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 കൊല്ലം ജില്ലയുടെ LD ക്ലർക്കിൻ്റെ പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദിദൃക്ഷു എന്ന് പറയുമ്പം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിദൃക്ഷു. വർഷം തോറും എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് പ്രതിവർഷം. പിപാസ കുടിക്കാനുള്ള ആഗ്രഹം. പിപാസു കുടിക്കാൻ ആഗ്രഹമുള്ള ആൾ. പിന്നെ പറഞ്ഞത് ജാഗരം. ജാഗരം എന്ന് പറയുമ്പം ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. വേദത്തെ സംബന്ധിച്ചതാണ് വൈദികം. വൈദികത്തിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ച് വച്ച് പഠിച്ചോളണം. 14ാമത്തെ വാക്ക് ഔചിത്യം. ഔചിത്യം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉചിതമായ സ്ഥിതി. സ്ഥിതി. ഉചിതമായ സ്ഥിതി എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ഔചിത്യം. പിന്നെ പരീക്ഷയിൽ ഓപ്ഷനായിട്ട് ഓജസ് എന്നുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടും തരും. ഇത് കൊടുക്കരുത്, തെറ്റാണ്. ഉചിതമായ സ്ഥിതി എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ഔചിത്യം. ഇതിനെപ്പറ്റി 2024 ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത 15ാമത്തെ വാക്ക് കാലോചിതം. കാലോചിതം. കാലോചിതം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലത്തിന് യോജിച്ചത്. കാലത്തിന് യോജിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് കാലോചിതം. ചിലപ്പം ഓപ്ഷനിൽ കാലാനുയോജ്യം എന്ന് ഉറപ്പായിട്ടും തരും. കാലാനുയോജ്യം, കാലാനുവർത്തിത്വം, ഇതൊക്കെ ഉറപ്പായിട്ടും തരും. ഇതൊക്കെ തെറ്റാണ്. കാലത്തിന് യോജിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് കാലോചിതം. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ഓഫീസ് അറ്റൻഡർ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് 16ാമത്തെ വാക്ക് ഐഹികം. ഐഹികം. ഐഹികം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തെ സംബന്ധിച്ചത്. ഇഹലോകത്തെ സംബന്ധിച്ചത്. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ഐഹികം. ഈ ഒരു കാര്യം പരീക്ഷയിൽ ചോദിക്കുന്ന സമയത്ത് ഓപ്ഷനുകളിൽ ഉറപ്പായിട്ടും ഇഹികം, ലൗകികം എന്നുള്ള ഓപ്ഷനൊക്കെ തരും. ഇതൊക്കെ തെറ്റാണ്, കൊടുക്കരുത്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം. 2024 LDC കന്നഡ ആൻഡ് മലയാളം നോയിങ് എന്നുള്ള ആ ഒരു പരീക്ഷയിലാണ് ഒരുപാട് ഒറ്റപ്പദങ്ങളെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഒറ്റപ്പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൈംഗികം, പൈതൃകം, നൈതികം. ഈ 3 വാക്കുകൾ ഇവിടെ ലൈംഗികം എന്നുള്ളതുകൊണ്ട്
സംബന്ധിച്ചതാണ് ലൈംഗികം. എന്നാൽ പൈതൃകമാണെങ്കിലോ, പൈതൃകം എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവിനെ സംബന്ധിച്ചത്, പിതാവിനെ സംബന്ധിച്ചതാണ് പൈതൃകം. എന്നാൽ നൈതികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതിയെ സംബന്ധിച്ചത്, നീതിയെ സംബന്ധിച്ചതാണ് നൈതികം. ഈ 3 വാക്കുകൾ എന്ന് പറയുമ്പം 2024 LDC കന്നഡ ആൻഡ് മലയാളം നോയിങ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ 3 വാക്കുകൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഇനി വരുന്ന +2 ലെവലിലുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ലൈംഗികം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. പൈതൃകമാണെങ്കിൽ പിതാവിനെ സംബന്ധിച്ചത്. നൈതികം നീതിയെ സംബന്ധിച്ചത്. ഈ 3 കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഔചിത്യം, ഉചിതമായ സ്ഥിതി എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ഔചിത്യം. കാലത്തിന് യോജിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് കാലോചിതം. ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം. 20ാമത്തെ വാക്ക് അക്ഷന്തവ്യം. അക്ഷന്തവ്യം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ പരീക്ഷയിൽ ഓപ്ഷൻ തരുമ്പം ക്ഷമ്യം അക്ഷമ്യം എന്നൊക്കെ തന്നേക്കാം. ക്ഷമ്യം അക്ഷമ്യം എന്നൊക്കെ തന്നേക്കാം. ഇതൊക്കെ തെറ്റാണ്, തെറ്റാണ്. അതുകൊണ്ട് അതൊന്നും കൊടുക്കരുത്. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് അക്ഷന്തവ്യം. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2025 ക്ലർക്ക് എക്സ് സർവീസ്മെൻ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് 21ാമത്തേത് എന്ന് പറയുമ്പം ജാനകി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനകൻ്റെ മകൾ. മുൻപ് 2021 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്താൽ തന്നെ ജാനകി എന്നുള്ള ആ ഒരു വാക്കിനെ പറ്റി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഈ ഇടക്കാലങ്ങളിലൊന്നും ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചത് കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് എന്ന് പറയുമ്പം 2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ജാനകി. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പരീക്ഷയിൽ ഓപ്ഷൻ തരുമ്പം ജനനി, ജനത്രി എന്നൊക്കെ തരാം. ഇതെല്ലാം തെറ്റാണ്, കൊടുക്കരുത്. ജനകൻ്റെ മകൾ ജാനകി. 22ാമത്തേത് തിതീർഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. 2025 സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷയിലാണ് തിതീർഷ എന്ന ഈ ഒരു ഒറ്റപ്പദത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 23ാമത്തെ വാക്ക് പിപഡിഷു. ഒരുപാട് തവണ മുൻപ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു ഒറ്റപ്പദമാണ് പിപഡിഷു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് പിപഡിഷു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ. എന്നാൽ പിപഡിഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കാനുള്ള ആഗ്രഹം. ഇവിടെ 2 വാക്കുകളുണ്ട്, പിപഡിഷ. ഇതിൽ പിപഡിഷു എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി 2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിപഡിഷ എന്നുള്ള വാക്കിനെ പറ്റി വലുതായിട്ടെങ്കിലും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇത് പഠിച്ചു വയ്ക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അക്ഷന്തവ്യം ക്ഷമിക്കാൻ പറ്റാത്തത്, ജനകൻ്റെ മകൾ ജാനകി, തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛ, പിപഡിഷു പഠിക്കാൻ ആഗ്രഹമുള്ള ആള്, പിപഡിഷ പഠിക്കാനുള്ള ആഗ്രഹം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം. കാണുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രേക്ഷകൻ. കാണുന്നയാൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട 3 ഒറ്റപ്പദങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും കൂടി എഴുതിയെടുത്തോളാം. പ്രേക്ഷിതൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണപ്പെട്ടവൻ. പ്രേക്ഷകൻ, ഇക്ഷകൻ എന്ന് പറയുമ്പം കാണുന്നയാൾ. പ്രേക്ഷിതൻ എന്ന് പറയുമ്പം
കാണപ്പെട്ടവൻ. അടുത്തത് പ്രേഷകൻ, ശകൻ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അയക്കുന്നയാൾ, അയക്കുന്നയാള്. പ്രേഷിതൻ, ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അയക്കപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ. ഓക്കെ, 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സിൽ വരച്ചിട്ടോളണം. പ്രേക്ഷകൻ എന്നുള്ള ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ് 2025 ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേക്ഷകൻ കാണുന്നയാൾ, പ്രേക്ഷിതൻ, ക്ഷിതൻ കാണപ്പെട്ടവൻ, പ്രേഷകൻ, ശകൻ അയക്കുന്നയാൾ, പ്രേക്ഷിതൻ, ശിതൻ അയക്കപ്പെട്ടവൻ. ഇവിടെ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളും പഠിച്ചാൽ എളുപ്പത്തിൽ ഒരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ 2024 മുതൽ 2025 വരെ ഉള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 14 വാക്കുകൾ, ഒറ്റപ്പദങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചത്, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം. എന്നാൽ സമൂഹത്തെ സംബന്ധിച്ചത് എന്താണ്? സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം, സാമൂഹികം, സമൂഹത്തെ സംബന്ധിച്ചത്. മൂന്നാമത്തേത് ഗുരുവിൻ്റെ ഭാവം. ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവം, ഗൗരവം, ഗൗരവമാണ് ഗുരുവിൻ്റെ ഭാവം, ഭാവം, ഗൗരവം. നാലാമത്തേത് വൈരസേനി. വൈരസേനി എന്ന് പറയുന്നത് വീരസേനൻ്റെ പുത്രൻ, വീരസേനൻ്റെ പുത്രനാണ് വൈരസേനി. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. വീരസേനൻ്റെ പുത്രനാണ് വൈരസേനി. അഞ്ചാമത്തേത് വിവക്ഷ. പറയാനുള്ള ആഗ്രഹം, പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. എന്നാൽ ഗാർഹികം എന്താണ്? ഗാർഹികം ഗ്രഹത്തെ സംബന്ധിച്ചത്, ഗ്രഹത്തെ സംബന്ധിച്ചത്, ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഏഴാമത്തേത് ശാരീരികം. ശാരീരികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ സംബന്ധിച്ചത്. ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം, ഗാർഹികം, ശാരീരികം. ഇത് നല്ലപോലെ പഠിച്ചു വെച്ചോളണം. എട്ടാമത്തേത് ബുഭുക്ഷു. ഈ ബുഭുക്ഷു എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ബുഭുക്ഷു. ഓക്കെ, ബുഭുക്ഷു. ഇത് പഠിച്ചു വെച്ചോളണം, നല്ലൊരു ചോദ്യമാണ്. ഒമ്പതാമത്തേത് ദശരഥൻ്റെ പുത്രൻ ദാശരഥി. ദാശരഥി, ദാശരഥി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദശരഥൻ്റെ പുത്രൻ. പത്താമത്തേത് ദ്രൗണി. ദ്രോണരുടെ പുത്രൻ. ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. ദശരഥൻ്റെ പുത്രനാണ് ദാശരഥി. എങ്കിൽ ദ്രോണരുടെ പുത്രൻ, ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. 11ാമത്തേത് സത്യവദൻ. സത്യവദൻ എന്ന് പറയുമ്പം സത്യവതിയുടെ പുത്രൻ. സത്യവതിയുടെ പുത്രനാണ് സത്യവദൻ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം, ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. സത്യവതിയുടെ പുത്രനാണ് സത്യവദൻ. എങ്കിൽ ജിഗീഷു എന്താണ്? ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ജിഗീഷു, ജിഗീഷു. 13ാമത്തേത്
അതിഥി. അതിഥി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിഥി നോക്കാതെ വരുന്നവൻ. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. നല്ലൊരു ചോദ്യമാണ്. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. എങ്കിൽ ആതിഥേയൻ എന്താണ്? ആതിഥേയൻ അതിഥിയെ സ്വീകരിക്കുന്നവൻ. അതിഥിയെ സ്വീകരിക്കുന്നവനാണ് ആതിഥേയൻ. എങ്കിൽ അതിഥി എന്താണ്? തിഥി നോക്കാതെ കടന്നു വരുന്നവൻ. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ദാശരഥി ദശരഥന്റെ പുത്രൻ. എങ്കിൽ ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. സത്യവതിയുടെ പുത്രൻ ആരാണ്? സത്യവദൻ. സത്യവദൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ജിഗീഷു. എന്നാൽ തിഥി നോക്കാതെ വരുന്നവൻ അതിഥി. അതിഥിയെ സ്വീകരിക്കുന്നവനാണ് ആതിഥേയൻ. 2024 മുതൽ 2025 കാലഘട്ടത്തിൽ ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ എഴുതിയെടുത്ത കാര്യങ്ങൾ കറക്റ്റായ രീതിയിൽ റിവിഷൻ ചെയ്തോണം പോവാൻ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.